എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ മാനേജ്മെന്റുകൾക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വെല്ലുവിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിമോചന സമരം ഇനി സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. 5000-ലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നാൽ 1500-ൽ താഴെ ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. സമയത്തിന് കോടതിയിൽ പോകാതെ അവരവസാനം കുറ്റം കൊണ്ട് ഗവൺമെന്റിലേക്ക് ചാരി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയെന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെന്റ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. അതിന്റെ കുറ്റം ഗവൺമെന്റിന്റെ മേൽ പഴിയാറുന്നത് ഒട്ടും ശരിയല്ല. എയ്ഡഡ് മാനേജ്മെന്റിന് വേണ്ടി കോടതിയിൽ ചെന്ന് ഗവൺമെന്റ് വാദിക്കേണ്ട കാര്യമില്ലല്ലോ. ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിരുന്നു. ഷഫീദ് റാവുത്തർ വാർത്തയോട് വരുമ്പോൾ ഷഫീദ്, എന്തായാലും ആ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി കർക്കശമായ നിലപാടിൽ മുന്നോട്ടേക്കാണെന്ന് തോന്നുന്നു. അതിനർത്ഥം ഈ പറഞ്ഞ ക്രിസ്ത്യൻ മാനേജ്മെന്റിനുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്നുകൂടിയാണ് ഷഫീദ്. ഹാഷ്മി, വാർത്താ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ വാതിലുകൾ ആരുടെ മുന്നിലും കുട്ടിയടച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഏതായാലും സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങില്ല എന്ന് തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പിച്ചു പറയുന്നുണ്ട്. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സൗഹാർദ്ദപൂർവ്വമായാണ് എയ്ഡഡ് മാനേജ്മെന്റുകളോട് സർക്കാർ പെരുമാറിയിട്ടുള്ളതെന്നും എന്നാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന നിയമലംഘനം അംഗീകരിക്കാൻ കഴിയില്ല. കൂടുതൽ കുട്ടികളും എയ്ഡഡ് മാനേജ്മെന്റുകളിലാണ് പഠിക്കുന്നത്. അവരെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. കൂടാതെ മാനേജ്മെന്റിലുള്ള വെല്ലുവിളി അംഗീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുന്നു. 5000-ഓളം വരുന്ന ഭിന്നശേഷി സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ 1500-ൽ താഴെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ സീറ്റുകൾ റിപ്പോർട്ട് ചെയ്തേ മതിയാകൂ. കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ചാണ് എയ്ഡഡ് മാനേജ്മെന്റുകൾ പ്രവർത്തിക്കേണ്ടതെന്നും അതിൽ വീഴ്ച വരുത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഒരു മുന്നറിയിപ്പ് കൂടി ഇന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വിരട്ടൽ വേണ്ട എന്നുള്ളതാണ് മന്ത്രി ഇന്ന് പറഞ്ഞത്. 4 വർഷം കോടതിയിൽ പോകാൻ മെനക്കെടാതെയാണ് സർക്കാരിനെ അവസാന ഘട്ടത്തിൽ സമരത്തിനിറങ്ങുന്നത്. അതിന് സർക്കാർ കീഴടങ്ങില്ല. വിമോചന സമരം അന്ന് സാധിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് അതിന് സാധ്യമല്ലെന്നും ധിക്കാരപരമായ സമീപനം സർക്കാരിനില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി, ഷഫീദ്, മതവും ജാതിയും പറഞ്ഞു വിരട്ടണ്ട, വിമോചന സമരം സാധ്യമല്ല എന്നൊക്കെയുള്ള വാക്കുകൾ അത് കേവലം സ്കൂൾ അതിന്റെ ഭിന്നശേഷി നിയമനം എന്നതിനൊക്കെ അപ്പുറം മറ്റൊരു പൊളിറ്റിക്കൽ തലത്തിലേക്ക് കൂടി പോകുന്നുണ്ട് ഷഫീദ്. ഉറപ്പായിട്ടും. കാരണം ഈ എയ്ഡഡ് മാനേജ്മെന്റുകളുമായി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഭിന്നതകൾ നമുക്കറിയാം. പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാരാകട്ടെ അക്കാര്യത്തിൽ ഒരു സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിക്കുകയും അനുനയത്തിന്റെ വഴിയുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അടക്കമുള്ള കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. കൂടാതെ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കോടതി വിധി നേടിയെടുക്കുന്നതിന് പകരം സർക്കാരിന് മേൽ പഴിചാരുന്ന രീതി അത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാനേജ്മെന്റ് കോടതിയിൽ പോകേണ്ടതല്ലേ വേണ്ടത്? അതിനെ വെല്ലുവിളിക്കുക, സംസ്ഥാന സർക്കാരിനെ എടുക്കുന്ന തീരുമാനത്തെ വെല്ലുവിളിക്കുകയല്ലോ വേണ്ടത്. അങ്ങനെ ആരെങ്കിലും വെല്ലുവിളിയുമായി രംഗത്തെത്തിയാൽ അത് സംസ്ഥാന സർക്കാർ കാര്യമാക്കില്ലെന്നും നിയമം നടപ്പാക്കുമെന്നും മന്ത്രി പറയുന്നതിലൂടെ സ്വാഭാവികമായും വ്യക്തമാക്കുന്നത് ക്രൈസ്തവ മാനേജ്മെന്റ് അടക്കം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആ സമരം, അവരുടെ പ്രതിഷേധം അതടക്കമുള്ള കാര്യങ്ങളെ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ കാര്യമായി പരിഗണിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. പകരം സുപ്രീം കോടതി AGയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ അത് തുടരുക തന്നെ ചെയ്യും. ഹാഷ്മി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും മന്ത്രി ആ പറഞ്ഞ കാര്യം ശരിയാണ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും 2021-ൽ ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ശരിയാവണ്ണം ഉത്തരവിറക്കിയതാണ്. ഇപ്പോൾ അതിനെതിരെ നിയമ നടപടിയുമായി ആണ് പോകേണ്ടതെങ്കിൽ മാനേജ്മെന്റുകൾ അതിനെതിരെയാണ് പോകേണ്ടത്. അതും മന്ത്രി പറയുന്നത് യുക്തിയാണ് ഷഫീദ്. ഉറപ്പായിട്ടും. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഏതാണ്ട് 4 വർഷത്തിലധികം സമയമുണ്ടായിരുന്നു മാനേജ്മെന്റുകൾക്ക് കോടതിയിലേക്ക് പോകാൻ. എന്നാൽ ഒരു ഘട്ടത്തിലും കോടതിയിൽ പോവുകയോ കക്ഷി ചേരുകയോ ചെയ്യുന്ന നടപടികളിലേക്ക് അവർ കടന്നിട്ടില്ല. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ കോടതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് വഴികളില്ല. AGയുടെ അടക്കം നിയമോപദേശം ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പട്ടിക തയ്യാറാക്കി നിയമനം എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അതിലേക്ക് കടക്കുന്നു. അതിന്മേലുള്ള നിർദ്ദേശവും സർക്കുലറും ഒക്കെ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് പകരം കോടതിയിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വെല്ലുവിളികൾ അതിനു മുൻപിൽ കീഴടങ്ങില്ല എന്ന് സ്വാഭാവികമായും മന്ത്രി പറയുമ്പോൾ അത് സർക്കാരിന്റെ നിലപാടായി കൂടി നമുക്ക് കണക്കാക്കാൻ കഴിയും. പ്രത്യേകിച്ച് അവിടെ ക്രൈസ്തവ മാനേജ്മെന്റ് എടുത്ത ചില തീരുമാനങ്ങൾ നമുക്കറിയാം. അതിനെതിരെ അടക്കം ഏതെങ്കിലും തരത്തിൽ കുലുങ്ങില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹാഷ്മി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.